യുദ്ധം തുടങ്ങിയിട്ട് നാളിത്രയായിട്ടും സമാധാനത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും കാര്യമായി കാണുന്നില്ല. ഇത് എന്ന് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവരും ചില്ലറയല്ല. ഇസ്രയേലും അമേരിക്കയും ഇറാനുമായി തുടങ്ങിവെച്ച യുദ്ധത്തിൽ ഇരകളാവേണ്ടി വന്നത് ഗൾഫ് രാജ്യങ്ങൾ കൂടിയാണ്. യുദ്ധം കനക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇതിൽ അവസാനം ആര് ജയിക്കും? തീർത്തും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യം കൂടിയാണിത്. ഒരു പ്രസംഗത്തിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയപ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. യുദ്ധ സാഹചര്യം മൂന്നാം ആഴ്ചയിലേക്ക് കടന്നിട്ടും അവസാനിപ്പിക്കാനുള്ള ലക്ഷണങ്ങളൊന്നും ഇറാൻ കാണിക്കാത്തത് അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ആക്രമണങ്ങൾക്ക് മുന്നിൽ തളരാതെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്. ഇത് അമേരിക്കയുടെ സ്വപ്നങ്ങളെയെല്ലാം തകർക്കുന്നതായിരുന്നു. ഇറാന്റെ ഉന്നത നേതൃത്വത്തെ പാടെ ഇല്ലാതാക്കി രാജ്യം പിടിച്ചെടുക്കാമെന്ന അമേരിക്കയുടെ മോഹമൊക്കെ വെറുതെയായി. പരമോന്നത നേതാവ് അലി ഖംനേയി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിട്ടും ഇറാനിയൻ ഭരണകൂടത്തെ തകർക്കാൻ ഈ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും വകവയ്ക്കാതെ പുത്തൻ ഊർജത്തോടെ തന്നെ ഇറാൻ തിരിച്ചടി തുടരുന്നുമുണ്ട്. ഇപ്പോൾ മുസ്തഫ ഖംനേയി അധികാരത്തിലെത്തിയതോടെ ട്രംപിന്റെ കണക്ക് കൂട്ടലുകളും ആകെ തെറ്റി. നേതാക്കളെ വധിച്ചാൽ രാജ്യം തകരുമെന്ന് വിചാരിച്ച ഇസ്രയേലിനും അടിതെറ്റി. മറ്റു ചിലർ വിചാരിച്ചത് ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നായിരുന്നു. എന്നാൽ അതും നടന്നില്ല. പകരം കടന്നുകയറ്റത്തിനെതിരായ രാജ്യം ഒന്നടങ്കം അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ തളയ്ക്കാൻ സൈനിക മേധാവിത്വമുണ്ടെന്ന് വീമ്പ് പറയുന്ന അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണിപ്പോൾ. ലോകത്തിലെ തന്നെ എണ്ണ വിതരണത്തിന്റെ 1/5 ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്നതാണ് ഇതിലൂടെ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ നീക്കം. ഇത് വെറുമൊരു സൈനിക യുദ്ധമല്ല, മറിച്ച് ആഗോള വിപണിയെ തന്നെ മുട്ടുകുത്തിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക യുദ്ധമാണ്. ഓരോ തവണയും ഇറാൻ അത് തെളിയിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ അമേരിക്കയെ ഈ യുദ്ധം രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം എത്രത്തോളം അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം. UAE നേരിടുന്ന വൻ നാശനഷ്ടങ്ങളും ഇതിന്റെ തെളിവാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്നാൽ അത് നടന്നതുമില്ല. നാശങ്ങൾ ഒരുപാട് സംഭവിച്ചെങ്കിലും ഇറാന്റെ ശാസ്ത്രീയ കരുത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ആധുനിക ബോംബുകൾക്കും കഴിഞ്ഞിട്ടില്ല. ജയിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇറാനാണെന്ന് തന്നെയായിരിക്കും. കാരണം ഇറാന്റെ അതിജീവനം തന്നെയാണ്. ഇറാന്റെ മണ്ണിൽ വിദേശ സൈന്യത്തെ കാലുകുത്താൻ സമ്മതിക്കാതെയും ആകാശപ്പോരിലും പ്രോക്സി യുദ്ധത്തിലും കാണിക്കുന്ന കരുത്ത് അമേരിക്കൻ അധിനിവേശത്തിന് നൽകുന്ന ശക്തമായ തിരിച്ചടി തന്നെയാണ്. അല്ലാതെ സെക്കൻഡുകളിൽ 5 തവണ വിജയം പ്രഖ്യാപിച്ച ട്രംപിന് യുദ്ധം ജയിക്കാനാവുമെന്ന പ്രതീക്ഷയൊന്നും വേണ്ട. എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കുമെന്നാണ്. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിട്ടില്ലെന്നും ഇസ്രയേലും അമേരിക്കയും ലോകത്തെ സംരക്ഷിക്കുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. എന്നാൽ ഇത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് ഇറാന്റെ പ്രവർത്തികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.